ഇന്നത്തെ ബഡ്ജറ്റ് അവതരണം കേട്ട് പ്രതിപക്ഷ നേതാവ് ആകെ അങ്കലാപ്പിലായി പോയി. അദ്ദേഹം പറയുകയുണ്ടായി, ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന UDF സർക്കാരാണെന്നുള്ള വിധത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. നമുക്കറിയാം ഇവരത്തോളം ചെയ്യുന്ന കാര്യം. പണ്ട് 600 രൂപ പെൻഷൻ ഉണ്ടായിട്ട് 18 മാസത്തോളം കുടിശ്ശിക വെച്ചിട്ട് LDF സർക്കാർ വന്നതിന് ശേഷമാണ് ഇത് കൃത്യമായിട്ട് അടച്ച് പോയെന്നുള്ള കാര്യം നമുക്കറിയാം. ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോഴും പ്രതിപക്ഷം പറഞ്ഞത് ഇത് തന്നെയാണ്, ഇത് നടപ്പിലാക്കാനുള്ള ബഡ്ജറ്റല്ല, ഞങ്ങൾ വരുമ്പോൾ മാറ്റുമെന്ന്. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്ത് രണ്ടാം പിണറായി സർക്കാർ വന്നു. അന്ന് ഡോക്ടർ തോമസ് ഐസക്ക് എന്താണ് ബഡ്ജറ്റിലൂടെ അവതരിപ്പിച്ചത്, ആ കാര്യം ബഹുഭൂരിപക്ഷവും രണ്ടാം പിണറായി സർക്കാർ ചെയ്തു തീർക്കുക തന്നെ ചെയ്തു. അതുതന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. ധനമന്ത്രി ഗോപാലൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അടുത്ത LDF സർക്കാരിൻ്റെ നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇനി VD സതീശൻ പറയുന്ന പോലെ UDF സർക്കാരാണ് വരുന്നതെങ്കിൽ ഇതൊന്നും നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിതെല്ലാം. ഇന്നത്തെ ബഡ്ജറ്റിൽ പല പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും നന്നായി തോന്നിയത്, അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക്, ചുരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് മറ്റൊരു സങ്കടം കൂടെ അവർ ബാങ്കിൽ നിന്നെടുത്ത ലോണുകൾ ഏത് വിധത്തിൽ അത് അടച്ചു തീർക്കും എന്നുള്ളത്. കേന്ദ്ര സർക്കാർ വന്നു മോദി നാട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ എടുത്തും മുത്തം കൊടുത്ത് പോയ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഒരു രൂപയുടെ സഹായം പോലും കേന്ദ്ര സർക്കാരിൻ്റെ അവർ കിട്ടിയില്ല. ആ ഒരു സന്ദർഭത്തിലാണ് കേന്ദ്ര സർക്കാർ അവരെ വീണ്ടും അടുപ്പിച്ച് പിടിക്കുന്നത്, ചേർത്ത് പിടിക്കുന്നത്. 18 കോടിയോളം രൂപ അവരുടെ കുടിശ്ശിക തീർത്ത് കൊടുക്കാനുള്ള ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യം ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്ലസ് 2 വരെയുള്ള കുട്ടികൾക്ക് ഇൻഷുറൻസ് പദ്ധതി, ആശാമാർക്ക് വീണ്ടും ഫണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായിട്ടും ഫണ്ട് വീണ്ടും കൂട്ടിയായി സർക്കാർ. അങ്ങനെ ഒരുപാട് പദ്ധതികൾ എണ്ണിയാൽ തീരില്ല. അതുകൊണ്ട് ഇപ്പോൾ പൂർണ്ണമായിട്ട് പറയുന്നില്ലെങ്കിലും ഇതൊരു ജനകീയ സർക്കാരാണ്, ജനകീയ ബഡ്ജറ്റാണ്.